നമുക്ക് അടിപൊളിയായിട്ട് അരമുറി തേങ്ങ കൊണ്ട് സൂപ്പറായിട്ടുള്ള കൊഴലപ്പം നമുക്ക് തയ്യാറാക്കാം, അതും തനി നാടൻ രുചിയോടെ. അപ്പോൾ നമുക്ക് കൊഴലപ്പത്തിൻ്റെ പ്രൊസീജിയറിലേക്ക് പോവാം. നമുക്ക് ഈ അരമുറി തേങ്ങ ഒന്ന് തിരികെ എടുക്കാം. അങ്ങനെ നമ്മൾ തേങ്ങ തിരികെ എടുത്തിട്ടുണ്ട്. നമ്മൾ 1/2 കിലോ മാവിനാണ് കൊഴലപ്പം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇവിടെ പറയുന്നത്. ഇതിൽ 50 ഗ്രാം ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 കുടം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. അങ്ങനെ നമ്മൾ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള പ്രൊസീജിയറിലേക്ക് പോകാം. നമുക്ക് 1/2 കിലോ അരിപ്പൊടിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 1/2 കിലോ അരിപ്പൊടിക്ക് നമ്മൾ ഈ ഒരു കപ്പാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു കപ്പിന് 1.5 കപ്പ് തിളച്ച വെള്ളം വേണം നമുക്ക് ചേർത്ത് കൊടുക്കാൻ. നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഈ മാവിലോട്ട് ഇട്ട് കൊടുക്കാം. തേങ്ങയും ചെറിയുള്ളിയും ജീരകവും കൂടി ചേർത്ത് അരച്ച് വെച്ചിരിക്കുന്ന ഈ അരപ്പ് നമുക്ക് ഈ മാവിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള എള്ള് ഇട്ട് കൊടുക്കാം. വെള്ളം നല്ലതുപോലെ വെട്ടി തിളച്ചിട്ടുണ്ട്. തിളച്ച വെള്ളം വേണം നമ്മുടെ മാവിന് വേണ്ടി ഉപയോഗിക്കാൻ എടുക്കേണ്ടത്. നമ്മുടെ തിളച്ച വെള്ളം ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആവശ്യാനുസരണം വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത്. നമ്മുടെ ഓരോ മാവിനും ഓരോ രീതിയിലുള്ള വെള്ളമായിരിക്കും. ചിലർക്ക് 1.5 കപ്പ് മതിയാവും, ചിലർക്ക് 2 കപ്പ് വേണ്ടി വരും. അപ്പോൾ അതനുസരിച്ച് മാവിൽ നമ്മൾ ഒഴിച്ച് കുഴച്ചെടുക്കുക. ചൂടോടെ തന്നെ നമ്മൾ കുഴച്ചെടുക്കണം. നമ്മൾ ഏകദേശം ഈ ഒരു പരുവാകുമ്പോൾ ഇതിലേക്ക് 1 മുട്ട നമുക്ക് തട്ടി ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ചപ്പാത്തിയുടെ മാവിൻ്റെ പരുവത്തിൽ നമുക്കിത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. ഇതേപോലെ നല്ലതുപോലെ കുഴച്ച് എടുക്കുക. കണ്ടോ, ഇതേപോലെ നമുക്ക് മാവെല്ലാം ഒട്ടാതെ നല്ലവണ്ണം മാവ് റെഡിയായി നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നല്ലതുപോലെ നമുക്ക് അടിപൊളിയായിട്ട് മാവ് കിട്ടിയിട്ടുണ്ട്. നമ്മളിങ്ങനെ അമക്കുമ്പോൾ തന്നെ നല്ലപോലെ സോഫ്റ്റായിട്ട് കിട്ടണം. ഇനി നമുക്കിതൊക്കെ ചെറിയ ചെറിയ ബോളുകളായിട്ട് എടുക്കാം. നമുക്ക് ഇതേപോലെ ചെറിയൊരു പീസ് പ്ലാസ്റ്റിക് കവർ വേണം. ഇനി നമുക്ക് വേണ്ടുന്നത് കുറച്ച് വെളിച്ചെണ്ണ എടുക്കുക. ഈ ബോർഡ് നമ്മൾ എടുത്തത് ഇതിലോട്ട് വെക്കുക. ഇനി നമ്മൾ ഇങ്ങനെ പരത്തി എടുക്കുക. നമ്മളവിടെ ഇതേപോലെ പരുത്തെടുത്ത് ഇനി എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇവിടെ പയ്യെ ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കണം. ഇതേപോലെ നമ്മൾ റോൾ ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കുഴലപ്പം റെഡി. കുഴലപ്പം നമ്മൾ മേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ബാക്കി മാവും കൂടി കൊണ്ടുവച്ച് ബാക്കി കുഴലപ്പം ഇതേപോലെ നമുക്ക് റോൾ ചെയ്തെടുക്കാം. നമ്മൾ ഇതേപോലെ മാവെടുത്ത് ഒരല്പം എണ്ണ തേച്ച് ഇത് വെച്ച് നമ്മൾ ഇങ്ങനെ നമുക്ക് കുഴലും വേണ്ട വിരലും വേണ്ട, നമ്മുടെ അടിപൊളിയായിട്ടുള്ള കുഴലപ്പം ഇവിടെ റെഡിയായി കിട്ടി. നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ റോളാക്കി വെച്ചിരിക്കുന്ന ഓരോ കുഴലപ്പവും ഇതിനകത്തിട്ട് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് കുഴലപ്പം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. കുഴലപ്പം ഓൾമോസ്റ്റ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്.
ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. എണ്ണയുടെ പതയെല്ലാം മാറി ഒന്ന് ഇതാവുമ്പോൾ നമുക്ക് കുഴലപ്പം കോരിയെടുക്കാവുന്നതാണ്. നമുക്കിനി കുഴലപ്പം എല്ലാം എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. നമ്മുടെ മാവ് കൊണ്ട് അങ്ങനെ നമ്മൾ കുഴലപ്പം എല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ അടിപൊളി സ്വാദിഷ്ടമായ കുഴലപ്പം നമുക്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് നല്ല രീതിയിൽ പൊരിച്ച് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായിട്ട് പിന്നീട് കാണാം. താങ്ക് യു.